വരുന്നത്? ഖുറൈശികൾ വരുന്നത് മദീനത്തേക്കാ വരുന്നത്. എവിടെയാണെങ്കിലും വേണ്ടില്ല, വന്നിട്ട് വധിച്ചിട്ട് പോവാൻ വേണ്ടിട്ട് തന്നെ വരുന്നത്. അപ്പോഴാ റസൂലുള്ള പറഞ്ഞത്, എന്നാ നമുക്ക് മദീനത്തേക്ക് വിളിക്കണ്ട, മദീനത്താകണ്ട, കുറച്ച് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് എവിടത്തേക്ക് പോകുന്നത്? ഉഹദിലേക്ക് പോകുന്നത്. അങ്ങനെ ഉഹദ് ഒരു പ്രതികാരം വീട്ടലായിരുന്നു. അങ്ങനെ ഉഹദിലേക്ക് പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഉഹദിലൊരു മലയുണ്ട്. നമ്മള് അറഫയിലൊരു മല കണ്ടിട്ടില്ലേ? പേരെന്താ? പേരെന്താ? മസ്ജിദുർ റഹ്മ. മലക്ക് ജബലുർ റഹ്മ. അതാണ് അറഫയിലെ മല. അതേപോലെ സെന്ററിൽ ഒരു മല ഉണ്ട്, ജബലുർ റഹ്മ. അതേപോലെ ഉഹദിലെ ഒരു മലയുണ്ട്, ആ മലയുടെ പേര് ജബലുർ റുമാത്ത്. എന്ത്? ജബലുർ റുമാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 50ഓളം വരുന്ന സ്വഹാബത്തിന് എന്താക്കി? ആ മലയുടെ മുകളിൽ കയറ്റി നിർത്തി. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രീതിക്ക് കമ്പൈൻ ചെയ്യാൻ കഴിയുന്ന സ്വഹാബികളായിരുന്ന 50 ആളുകളും ഓർക്കൊരു വാക്ക് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഞാൻ തിരിച്ച് എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ എന്താവരുത്, തിരിച്ചു വരരുത്. എന്നിട്ടൊരു വാക്ക് കൊടുത്തു, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്താവരുത്, താഴത്തേക്ക് ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞു. ഒരു വാക്കാണ് റസൂലുള്ളാന്റെ. അവരെന്താക്കി? അവിടെ നിന്നു. അങ്ങനെ ഏതാ അബൂ സുഫിയാനും സംഘവും. അബൂ സുഫിയാന്റെ ഇതിലെ ഏറ്റവും വലിയ തന്ത്രശാലി ആരാണറിയോ? ഹിന്ദ് എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ഹിന്ദ് ആരുടെ ഭാര്യയാണ്? അബൂ സുഫിയാന്റെ ഭാര്യയാണ് ആര്? ഹിന്ദ് എന്ന് പറയപ്പെടുന്ന. ഹിന്ദ് എന്താക്കി? നമ്മുടെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ശപഥം പിടിച്ചു. എന്താ പിടിച്ചത്? എന്റെ ഉപ്പയെ കൊന്നയാളെ തിരിച്ചു കൊല്ലാതെ ഇനി എന്റെ അടുത്തേക്ക് വരണ്ടാന്ന്. ഒരാണ് തളർന്നു പോകുന്ന ഒരു വാക്കാണത്, അല്ലേ? ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആണ് തളരൂലേ? തളരോ? നമുക്കറിയില്ല, നമ്മള് കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? അതെ, നമുക്കറിയില്ല. ആരാ? അറിയുന്നവരൊന്നും മുണ്ടുന്നില്ല. അല്ല, അറിയുന്നവരും മുണ്ടുന്നില്ല. കാരണം എന്താ? ഇത് അപ്പുറത്ത് പെണ്ണുങ്ങളുണ്ട്, പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അബൂ സുഫിയാന്റെ ഭാര്യ പറയാണ്, എന്ത്? എന്റെ ഉപ്പയെ കൊന്ന ആളെ തിരിച്ചു കൊല്ലാതെ ഇനി എന്താ വരുത്, എന്റെ അടുത്തേക്ക് വരണ്ട. അതുകൊണ്ട് അബൂ സുഫിയാന് വല്ല തന്റെ സഹോദരന്മാരും കൂട്ടുകുടുംബവും കൊല്ലപ്പെട്ടതിന്റെ വേദന അല്ലോണ്ട് അതിന്റെ ഇടക്കാണ് എന്ത്, പിന്നിൽ നിന്ന് ഭാര്യയുടെ ഒരു വർത്താനം. അങ്ങനെ എല്ലാവരും അബൂ സുഫിയാനും ടീമും എന്തായി, ഉഹദിലേക്ക് കടന്നു വരലോടുകൂടെ റസൂലുള്ളാഹി തങ്ങൾ മുൻകൂട്ടി നിർത്തിവെച്ച 50 ആളുകളുണ്ടായിരുന്നു. എവിടെ? ജബലുർ റുമാത്തിൽ. വരുന്ന വഴി കിട്ടു, അമ്പെയ്ത് വിട്ടു, തിരിച്ചു വിട്ടു. ഒരു നിലക്കും എന്താന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ ചെയ്യും. സെന്ററിലാണ് ആ മല കിടക്കുന്നത്. ഉഹദിലേക്ക് ഒരിക്കലും ഒരാൾക്കും കടക്കാൻ കഴിയില്ല, കാരണം ഇവര് അമ്പെയ്ത് വിടും, മുസ്ലിങ്ങളടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. അങ്ങനെ എന്തായി, ചിന്നിച്ചിതറി ശത്രു സമൂഹം ഓടിപ്പോയി എന്നാണ്. ഓടിപ്പോയി വേറെ മലന്റെ മഹൂദിന്റെ ഒരു സൈഡിൽ ഒരു പോയി കയറി, ഉഹദ് മലയിൽ പോയി കയറിയിരുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, ആ മലം വന്ന് താഴെ ഇറങ്ങാട്ടെ, നമുക്കെന്താകാൻ കഴിയില്ല, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവരവരെ ടെൻഷനായിരിക്കുന്ന സമയത്ത് താഴത്തുള്ള ആളുകളുണ്ടല്ലോ, റസൂലുള്ളാഹി സഹാബത്തും, ഓരോ പണി എന്താ, വനീമത്ത് സ്വത്തുകൾ വാരിക്കൂട്ട. വനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാല് ഇവര് കൊണ്ടുവന്ന സ്വത്ത്, സ്വർണങ്ങളും മറ്റു കുതിരയും ഒട്ടൊക്കെ കൂടെ ഇട്ടേച്ചിട്ട് തടി തപ്പി പായാണ്. ഒരു പാഞ്ഞ സ്ഥലത്ത് കൂടെ പുല്ല് മുളക്കൂലെന്ന് അറിയുന്നേക്കുന്നില്ലേ, അതേമാതിരി തടി തപ്പി പാഞ്ഞേക്കാണ് അവര്. അങ്ങനെ ഇത് കണ്ടപ്പോ ഓരെന്ത് കരുതി, യുദ്ധമൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് എന്താവാ, താഴത്തേക്ക് ഇറങ്ങാം. എന്തിനാ ഇറങ്ങുന്നത്? ഇവരൊക്കെ വനീമത്ത് സ്വത്ത് എടുക്കുന്നുണ്ടല്ലോ, നമുക്കും കൂടി കൊടുക്കാം. സ്വത്ത് മോഹിച്ചിട്ട് ഇറങ്ങിയതല്ല, അവരൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അവരെ കൂടെ എന്താവാം, നമുക്കും കൂടി കൊടുക്കാം. അല്ലാണ്ട് വനീമത്ത് എനിക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടല്ല ഇറങ്ങിയത്. വനീമത്ത് ദാവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വനീമത്ത് സ്വത്ത് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയ സമയം നോക്കി അബൂ സുഫിയാനും ടീം എവിടെ കയറി? മലയിൽ ജബലുർ റുമാത്തിൽ അവർ കയറി. പിന്നെ നേരെ ഓപ്പോസിറ്റായി യുദ്ധം. റസൂലുള്ളാഹിക്ക് നേരെ ഒരുപാട് അമ്പുകൾ വന്നു. പക്ഷേ ഒരു സ്വഹാബി തന്റെ നെഞ്ചും പിരിച്ച് സകല അമ്പുകളും തന്റെ നെഞ്ചത്തേക്ക് വാരിയേറ്റി ഇട്ടു. ആരാണ് സ്വഹാബി? ആരാണ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. കേട്ടിട്ടുണ്ടോ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾക്ക് കവചമായി നിന്നുകൊണ്ട്, ഒരു പരിചയമായി നിന്നുകൊണ്ട്, റസൂലുള്ളാഹിക്ക് ഇവിടെ നിൽക്കുമ്പോ, റസൂലുള്ളാഹി അവിടെ നിൽക്കുമ്പോ അമ്പ് വരും, നേരെ പോയിട്ട് നെഞ്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ അതിന് പുറത്തുനിന്ന് വരും, ബാക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ 50 സംതിങ്
കറക്റ്റ് ഇത് എനിക്കറിയില്ല, കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. എത്രത്തോളം അമ്പുകൾ തന്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻപല്ല് പൊട്ടുന്നുണ്ട്, കാലിൽ നിന്ന് രക്തം വരുന്നുണ്ട്. എന്നിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു വാരി ചേർന്ന് പുണർന്നുകൊണ്ട് ഒരു ഗുഹയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ ഗുഹ കാണണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പോകണം. കാരണം ബസ് പോകില്ല, ഉഹദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് മസ്ജിദ് ഹംസ. ഹംസ റളിയല്ലാഹുവിന്റെ പേരിൽ നമ്മള് എന്റെ മുന്നിലേക്ക് പോകും. ഇവരെന്റെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ അപ്പുറത്തെ സൈഡായിരുന്നു കഴിഞ്ഞ വർഷം വന്നത്. അപ്പോ ഹംസ ആ ഉഹദിലേക്ക് എന്താവും, ആ ഗുഹയുടെ അടുത്തേക്ക് വണ്ടി പോകും. അതിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിന്റെ കറക്റ്റ് സുഗന്ധമുണ്ട്. അതേ സുഗന്ധം ജബൽ നൂറിലുണ്ട്, ജബൽ സൗറിലുണ്ട്. മഹബത്തിന്റെ മൂക്ക് കൊണ്ട് മണക്കുന്നവർക്ക് ആ സുഗന്ധമൊക്കെ കിട്ടും. കുറഞ്ഞ മഹബത്തുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കിട്ടും. നല്ല മഹബത്തുണ്ടെങ്കിലേ ജബൽ നൂറിൽ കിട്ടുള്ളൂ. ഇവിടെ നല്ല സുഗന്ധമുണ്ട് റസൂലുള്ളാഹിന്റെ. അതിനുള്ളിൽ സുജൂദ് ചെയ്യാൻ നിസ്കരിക്കാനൊന്നും സൗകര്യമില്ല. റസൂലുള്ളാഹിനെ ഇങ്ങനെ ഇരുത്തിയിട്ടുള്ള അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് അതിന്റെ മുമ്പിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വരുന്നെന്തായി അവിടെ നിന്നു എന്നാണ്. പിന്നെ ഷഹീദായ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 70ഓളം സഹാബത്തിനെ കടത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഞാൻ പോകുന്നത് കാണിച്ചു എന്നേ ഉള്ളൂ. അവിടെ നിന്നിട്ട് ശ്രദ്ധിക്കണം, ഇത് മദീനയാണ്, മക്കയല്ല. കൈ ഉയർത്താൻ പാടില്ല, തട്ട് കിട്ടും. പിന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ നമുക്കെന്താ ഉയർത്തി സിംഗിളായിട്ട് ചെയ്യാം, കൂട്ടത്തോടെ ഇവിടെ ഒന്നും നടക്കൂല. അപ്പൊ നമ്മളിപ്പോ അവിടെ പോവും, ഒരുമിച്ചിരുന്ന് യാസീനോതും ദുആ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ദീർഘദ്വയൊന്നും ഉണ്ടാവില്ല. മലയാളത്തിൽ 1-2 ദുആ പറഞ്ഞിട്ട് പോരും. കൈ പൊന്തിക്കരുത്. പൊന്തിക്കാം, ഒരു നിർത്താൻ പറഞ്ഞാൽ നമ്മളെന്താവും, സ്പോട്ടിൽ നിർത്തി പോകണം. മദീനയാണ്, പിടിച്ചിട്ട് പോകും. അപ്പൊ ഇൻഷാ അല്ലാഹ് ജബല് നമ്മളിവിടെ ഉഹദില് അടങ്ങാൻ വേണ്ടി പോവാണ്. ഇനി വരും, ബാക്കി അവിടെ നിന്ന് അങ്ങനെ പറയാം. ഉഹദിലെ പള്ളിയുടെ പേര് ഹംസ റളിയല്ലാഹുവിന്റെ പേരിൽ. ഉഹദിന്റെ ചരിത്രത്തിൽ വേറെ പ്രധാനപ്പെട്ട പറഞ്ഞില്ല, ഹിന്ദി എന്ന് പറയപ്പെടുന്നയാള് ഹിന്ദി എന്താക്കി, ഉഹദില് റസൂലുള്ളാഹി ഹംസ റളിയല്ലാഹു അൻഹു ഹിന്ദിന്റെ പിതാവിനെ കൊന്നിട്ടുള്ളത്, വധിച്ചത്. അതുകൊണ്ട് തന്നെ ഹിന്ദിന് ശത്രു ആരെയായിരുന്നു? ഹംസ റളിയല്ലാഹു അൻഹു. വഹ്ഷി എന്ന് പറയപ്പെടുന്ന ഒരാളെന്തായി, ചാട്ടുളി കൊണ്ട് പരിശീലനം കൊടുത്തു. അങ്ങനെ അദ്ദേഹം എന്തായി, വഹ്ഷി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വഹ്ഷി എന്ന് പറയുന്നയാള് ഹംസ റളിയല്ലാഹു അൻഹു മാത്രം മുന്നം വെച്ച് നിന്നു. ഹംസ റളിയല്ലാഹു അൻഹു മാത്രം. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ഈ വഹ്ഷി ചാട്ടുളി കൊണ്ട്, വിഷമുള്ള ചാട്ടുളി കൊണ്ട് എറിയുകയും കുത്തുകയും ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയും ചെയ്തു. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയും ചെയ്തു. ഷഹീദായതിനു ശേഷം ഹംസ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചിയച്ച് ഹിന്ദിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഹിന്ദ് ഹംസ റളിയല്ലാഹുവിന്റെ തലയോട്ടി പിളർത്തിയെടുത്തിട്ട് അതിൽ കള്ളൊഴിച്ചു കുടിച്ചിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യാണ്, ഒരു പെണ്ണിന്റെ വൈരാഗ്യങ്ങൾ തീർക്കുന്നത് കാണണം. ആരോടാ തീർക്കുന്നത്? അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹുവിന്റെ കരള് കടിച്ചു പറിച്ച് തുപ്പിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഹിന്ദ് അന്ന് അങ്ങനെ കടിച്ചു പറിച്ച് തുപ്പുന്ന സമയത്ത് ഒരു തുള്ളി അവളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് പിന്നീട് എന്തായത്, മുസ്ലിമായിട്ട് വന്നിട്ടുള്ളത്. വഹ്ഷി റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, വഹ്ഷി നീ മുസ്ലിം ആയിക്കോ, പക്ഷേ നീ എന്താ വരരുത്, എന്റെ മുമ്പിൽ വരരുത്. നീ മുസ്ലിം ആയിക്കോ, നീ എന്റെ മുമ്പിൽ വരരുത്. കാരണം എന്താ, ഹംസയെ കൊന്നതിന് എനിക്ക് എന്റെ എളാപ്പാൻ ഓർമ്മ, ഹംസ റളിയല്ലാഹു അൻഹു ഓർമ്മ വരും. അതുകൊണ്ട് എന്റെ മുമ്പിൽ വരരുത്. ഹംസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പോയ റസൂൽ അങ്ങോട്ട് തിരിയും, ഇവിടേക്ക് വന്നാൽ ഇങ്ങോട്ടേക്ക് തിരിയും, മുമ്പിൽ നിൽക്കൂല. അത്രയും വെറുപ്പല്ല, റസൂലുള്ളാഹിക്ക് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഹംസ റളിയല്ലാഹു അൻഹു ദീന് ശക്തിപ്പെടുത്തിയത് ഹംസയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീടല്ലേ ബാക്കിയുള്ളവരായത്. അതുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു മക്ബറയൊക്കെയാണ് ഇതിനുള്ളിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീൻ സൗകര്യം പോലെ ദുആ ചെയ്യാം. എല്ലാവരും ഇപ്പൊ വരും. നമ്മൾ പോകുന്നത് മസ്ജിദുൽ ഹംസ, അതായത് ഉഹദ് മലയുടെ അടുത്തുള്ള പള്ളിയാണ്. ഉഹദ് യുദ്ധം നടന്ന മലയാണ്. വേഗം വാ.
അതിട്ടുണ്ട് കൈ വെക്കാൻ പാടില്ല, കൈ വെക്കാൻ പാടില്ല. അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം, ചെറുതൊന്ന് കണ്ടുവരവാ. സമുദ്രത്തിലേക്ക് കൊണ്ടുപോയത്, സമുദ്ര ഗുഹയിലേക്ക് കൊണ്ടുപോയത് ഉണ്ടായിരുന്നു. എവിടെയെന്ന് വെച്ചാല് റസൂലുള്ളാഹി തങ്ങൾ ഒരു ഗുഹയെ കാണിച്ചു തരും, നാളെ കാണിച്ചു തരും. ആ ഗുഹ അടച്ച് അവിടത്തേക്ക് പോകാൻ കഴിയില്ല, തകട്ട് വരും. ഇവിടേക്ക് ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ജബലുസ് ഉഹദ് മലയിലെ 50 പേരെ വിധങ്ങൾ നിർത്തിയിട്ടുള്ള മലയാണ്. ഞാൻ പറഞ്ഞ മല കണ്ട സെൻട്രലാണ്. 4 ഭാഗത്തു കൂടി വരുമ്പോ എന്താവും, ഇതാണ് ഉഹദ് മല. കണ്ട പരന്ന് കിടക്കാണ്. നോക്കി നിങ്ങള് ഇതിന്റെ മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഒരു കയറി നിൽക്കുന്നുണ്ടാവുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ സ്വഹാബത്ത് റസൂലിന്റെ ചുറ്റുഭാഗത്ത് ഇവിടെ വന്നാൽ എന്താവും, ഒരു അമ്പെയ്ത്ത് ചെയ്യും. പക്ഷേ റസൂൽ എന്തായി, യുദ്ധം വിജയിച്ചു എന്ന് കരുതി അവർ നിന്നു. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട്. യുദ്ധം വിജയിച്ചു എന്ന് അവർ നിൽക്കുകയും അതേപോലെ ഗനീമത്ത് സ്വത്ത് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ വരുന്ന സമയത്ത് തിരിച്ചു വന്നു ആളുകൾ. അങ്ങനെ ആ സമയത്ത് റസൂലുള്ളാഹിന്റെ അതേ സാദൃശ്യമുള്ളൊരു സഹാബിയുണ്ട്. ആ സഹാബിനെ എന്താക്കി, വധിച്ചു ശത്രു സമൂഹം. എന്നിട്ട് അവർ പറഞ്ഞു വരത്തി എന്ത്, മുഹമ്മദ് എന്തായിട്ടുണ്ട്, മുഹമ്മദിനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പിന്നെന്തായി, മുസ്ലിങ്ങൾ തിരിഞ്ഞോടേണ്ടി വന്നു. അങ്ങനെയാണ് യുദ്ധം എന്തായത്, പരാജയപ്പെട്ടത്. പക്ഷെ അവിടെ പരാജയപ്പെടാൻ 2 കാരണമാണ് ഉണ്ടായത്. ഒന്ന്, റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ നമ്മളെന്താവും, നമ്മളും പരാജയപ്പെടും. അത് ഡയറക്റ്റ് കൊടുത്ത വാക്കാണ്, അതേ വാക്ക് തന്നെയാണ് നമുക്കും തന്നിട്ടുള്ളത് പല കാര്യങ്ങളിലും. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താവും, പരാജയപ്പെട്ടു പോകും. റസൂലുള്ളാഹിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് എന്താക്കുക, ഇവിടെ നിന്നിട്ടൊരു യാസീൻ ഓതിയിട്ട് ചെറിയ രീതിയിൽ ദുആ ചെയ്തിട്ട് ഒരു ചായ ഫ്രീയായിട്ട് ചാറ്റതാ അവിടെ നല്ല മിൻറ്റ് ലൈമൊക്കെ ഇട്ട് നല്ല ചായ കിട്ടും. ആദ്യം കുടിക്കുന്ന യാസീൻ വന്നു.